ദൈവപൈതലെ, യിരെമ്യാ പ്രവാചകൻ 32:27 പറയുന്നു, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഒരുറപ്പല്ലേ അവിടെ വിളിച്ചു പറയുന്നത്. അങ്ങനെയെങ്കിൽ യിരെമ്യാ പ്രവാചകനിൽ കൂടെ കേട്ട ആ ദൂതനെ നീ ഒന്ന് മുറുകെ പിടിക്കാമോ? അതിനെ ഒന്ന് വട്ടം പിടിക്കാമോ? യാക്കോബ് ആ രാത്രിയിൽ വട്ടം പിടിച്ചതുപോലെ നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടത്തില്ല. അവൻ്റെ കൊച്ചു തലമുറയാകുന്ന യബ്ബേസ് വട്ടം പിടിച്ചതുപോലെ എന്നെ ഈ അനർത്ഥത്തിൽ നിന്ന് കർത്താവെ വിടുവിക്കണം. പ്രിയ ദൈവപൈതലേ, ഇതുപോലെ വചനത്തെ ഒന്ന് ആടിയുറച്ച് വിശ്വസിച്ച് മുറുകെ പിടിച്ചിട്ട് നീ മുമ്പോട്ട് ചുവട് വെക്കുന്നു എങ്കിൽ, നീ വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതെന്നോടുള്ള ദൂതാണ് എന്ന് പറഞ്ഞ് പ്രകാശനം ലഭിച്ച ആ വചനത്തെ ഒന്ന് വട്ടം പിടിച്ച് അല്ലെങ്കിൽ എഴുതി വെച്ചിട്ട് കരം വെച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ, ഈ വചനം ഇങ്ങനെ സത്യമായിരിക്കുന്നത് കൊണ്ട് തന്നെ, ഈ വചനത്തെ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ഈ വചനം എൻ്റെ ജീവിതത്തിൻ്റെ മേൽ അത് ഒരു പരിവർത്തനം നടത്തി, അത് ശക്തിയായി പുതിയ വാതിലുകളെ തുറക്കാൻ, പുതിയ നന്മകളെ തുറക്കാൻ, എൻ്റെ കുടുംബജീവിതത്തിലെ എൻ്റെ അവസ്ഥകൾക്ക് ഭേദം വരുത്തുവാൻ കഴിവുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദാവീദ് 3-ാം സങ്കീർത്തനത്തിൽ വിളിച്ചു പറയുന്നത് പോലെ എന്നെക്കുറിച്ച് പലരും പലതും വിളിച്ചു പറയുന്നു. ഇവൻ എവിടെ നിന്ന് നന്മ ലഭിക്കും, ഇവൻ എവിടെ അനുഗ്രഹിക്കപ്പെടുമെന്ന് പലരും പറയുന്നു. പക്ഷേ ആ മനുഷ്യൻ പറയുന്നു, ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്ന്. അപ്പോൾ സാഹചര്യങ്ങൾ എല്ലാം നിനക്ക് വിരോധമായിരിക്കാം, സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമായിരിക്കാം. അയൽവക്കത്തുള്ളവർ, ബന്ധുക്കൾ, ചാർച്ചക്കാർ, കൂട്ടുകാർ എല്ലാവരും വിരോധമായിട്ടും നിനക്കെതിരായിട്ട് ശാപവാക്കുകളുമായിരിക്കാം പറയുന്നത്. പക്ഷേ വിളിച്ചു പറ, എൻ്റെ ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ അനുഗ്രഹിക്കപ്പെടുമെന്ന് നീ ഉറപ്പോടെ തീരുമാനിച്ചാൽ, പത്രോസ് കർത്താവിൻ്റെ മുഖത്തെ കണ്ടുകൊണ്ട്, നാഥ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ കർത്തൻ പറയുക, വരണ്ട മോനെ, നീ അവിടെ തന്നെ ഇരുന്നു, റിസ്ക എന്നൊന്നും കർത്തൻ പറഞ്ഞില്ല, നീ വരാൻ പറഞ്ഞു. അങ്ങനെയാണ് അവൻ കടലിൻ്റെ മുകളിൽ 2 ചുവട് വെച്ചത് എങ്കിൽ, പ്രിയ ദൈവപൈതലേ, നീ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് ചുവട് വെക്കുന്ന വിഷയത്തിൻ്റെ മേൽ കർത്താവ് സീല് വെക്കും, കർത്താവ് അതിനെ അംഗീകരിക്കും. അങ്ങനെ അംഗീകരിച്ചാൽ നീ ഒരു അനുഗ്രഹമാകും. നിന്ദിക്കുന്നവരുടെ മുമ്പിൽ നിന്റെ തലയാണ് ഉയർന്നിരിക്കാൻ പോകുന്നത്. ഈ വചനങ്ങളെ ഉറപ്പോടെ വിശ്വസിച്ച് മുമ്പോട്ട് ചുവട് വെക്ക്. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.